അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ഒരു പുറം രൂപമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി അതിന് ഒരു അകക്കാമ്പും ആത്മാവും ഉണ്ട്. ആ ആത്മാവിൻ്റെ പേരാണ് ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ശരീരത്തിന് ആത്മാവില്ലാത്തതുപോലെയാണ്. പുറമേ അതിന് ഭംഗിയുണ്ടാകാം, ആളുകളുടെ പ്രശംസ ലഭിച്ചേക്കാം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് യാതൊരു വിലയും ഉണ്ടാകണമെന്നില്ല. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ അള്ളാഹുവിനെ ആത്മാർത്ഥതയോടെ മതത്തെ സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുവാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ബയ്യന 5-ാമത്തെ ആയത്താണിത്. അഥവാ എല്ലാ ആരാധനകളുടെയും അടിസ്ഥാനവും സ്വീകാര്യതയും മാനദണ്ഡവും ഇഖ്ലാസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നമുക്കൊക്കെ അറിയുന്നൊരു ഹദീസാണിത്. പ്രവർത്തനങ്ങൾ നിയ്യത്തനുസരിച്ചാണ്. ഓരോ വ്യക്തിക്കും ലഭിക്കുക അവൻ ഉദ്ദേശിച്ചതാണ്. ഇമാം ബുഖാരിയും മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കരിക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും സ്വതക്ക നൽകുമ്പോഴും മതപരമായ സേവനങ്ങൾ ചെയ്യുമ്പോഴും ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തോട് നാം ചോദിക്കണം. ഞാൻ ഇത് അള്ളാഹുവിന് വേണ്ടിയാണോ ചെയ്യുന്നത്, അതോ ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു. അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രം, അവൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. മനുഷ്യരുടെ പ്രശംസ തേടിക്കൊണ്ട് ചെയ്യുന്ന ആരാധനകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സൂറത്തുൽ കഹ്ഫ് 110-ാമത്തെ ആയത്താണിത്. ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിൻ്റെ ആരാധനയിൽ ആരെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ചിലപ്പോൾ ഒരു ചെറിയ സൽക്കർമ്മം, ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു രഹസ്യമായ സ്വതക്ക ആത്മാർത്ഥതയോടെ ചെയ്താൽ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാർജിക്കും. അതേസമയം വലിയൊരു സൽക്കർമ്മം, വലിയൊരു ദാനം, വലിയൊരു സേവന പ്രവർത്തനം പോലും മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിന് സ്വീകാര്യത ലഭിക്കാതെ പോകും. മഹാന്മാരായ സലഫ് സ്വഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റുബ്ബ അമലിൻ സഖറതുഹു നിയ്യ വറുബ്ബ അമലിൻ കബ്ബറതുഹു നിയ്യ. എത്രയെത്ര പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് കാരണം ചെറുതായി പോകുന്നത്, എത്രയെത്ര പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് കാരണം മഹത്തരമാകുന്നത്. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ അല്പം ചില ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ നിസ്കാരം ആർക്കു വേണ്ടിയാണ്? എൻ്റെ ഖുർആൻ പാരായണം ആർക്കു വേണ്ടിയാണ്? എൻ്റെ സേവന പ്രവർത്തനങ്ങൾ ആർക്കു വേണ്ടിയാണ്? എൻ്റെ പഠനവും പരിശ്രമവും ആർക്കു വേണ്ടിയാണ്? ഉത്തരം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം എന്നാണെങ്കിൽ അതാണ് ഇഖ്ലാസ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഇനി മുതൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. മനുഷ്യരുടെ പ്രശംസയല്ല, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ ഇഖ്ലാസ് നിറക്കുകയും നമ്മുടെ എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അവൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.